ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോ ഹോണ്ട ഹങ്കാണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഡിസ്ചാർജ് ആയേക്കാം. ബാറ്ററി ഫുൾ ചാർജ് ഇറങ്ങി പോയേക്കാണ്. 2023 മോഡൽ ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ടും 6 ആംപിയറും ആണ് അതിൻ്റെ കപ്പാസിറ്റി കേട്ടോ ബാറ്ററിയുടെ. അപ്പോൾ അത് ഉപയോഗിക്കാതെ വെച്ചിട്ട് ചാർജ് ഇറങ്ങി പോയേക്കാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് ഫുൾ ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വണ്ടി വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടായി കിട്ടാൻ ഒരല്പം ഡിലേ വന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചോക്ക് ഓൾറെഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല. ചോക്കിൻ്റെ കേബിൾ ടൈറ്റ് ആയേക്കാണ്. അപ്പോൾ ചോക്ക് കേബിളൊന്ന് അഴിച്ച് അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് ഡേസ് റെഡി ആയിക്കോളും. അതായത് ചോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആയിക്കോളൂ കേട്ടോ. അത് ചോക്ക് കേബിളിൻ്റെ ആണ് മെയിനായിട്ട് ഇപ്പോൾ കാണുന്നത്. നമ്മളത് അഴിച്ച് നോക്കിയിട്ടില്ല. ഈ സ്റ്റാർട്ടറിൻ്റെ ഉള്ളിൽ ഇതാണ് അതിൻ്റെ ചോക്കിൻ്റെ യൂണിറ്റ് വന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടൈറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റാർട്ടർ യൂണിറ്റ് കൂടി അത് ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം. ഏകദേശം ഒരു 150 രൂപ റേഞ്ചൊക്കെ അതിന് കോസ്റ്റ് വരാറുണ്ട് സാധാരണ രീതിയിൽ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് 2 പ്രോബ്ലം അതിനകത്തുനിന്ന് ഫീൽ ചെയ്തു. ഒന്ന് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ സൗണ്ട് വേരിയേഷൻ ഉണ്ട്. അത് ക്യാംജെയിൻ്റെ ടെൻഷനർ പോയ പോലത്തെ സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ലെവല് സ്റ്റിക്കിനകത്തില്ല. അപ്പോൾ ഊറ്റി വെക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. ആ കൂടി ഇത്ര ഓയിലുള്ളൂ. നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓയിൽ ചേഞ്ച് കൂടി കൂട്ടത്തിൽ ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം ഇതിനകത്തേക്ക് പുതിയ ഓയിൽ ഇപ്പോൾ ലെവൽ വളരെ കുറവാണ്. ഏകദേശം ഒരു 300 മില്ലി കഷ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ബാക്കിയത്തെ അതിനകത്തേക്ക് പുതിയ ഓയിൽ ഒഴിക്കണേലും നല്ലത് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് പോകണമായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അതേപോലെ തന്നെ ഈ ഫോർക്കിൻ്റെ സൈഡൊക്കെ ലീക്ക് ഉണ്ട്. ഫോർക്ക് ഓയിൽസിൽ ലീക്ക് ആയിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. ബ്രേക്ക് MC സബ് കംപ്ലൈൻ്റ് ആണ് ഈ സാധനം. അപ്പോൾ ഫ്രണ്ട് ഡിസ്ക് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ MC സബ് മാറ്റിയിട്ട് ഫുള്ള് അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് പറയാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് ആണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചോക്കിൻ്റെ കേസ് റെഡി ആക്കാം. അതിന് ശേഷം നമുക്ക് ആ ബാറ്ററി ചാർജ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ കൂട്ടത്തിയുടെ എഞ്ചിൻ ഓയിലും മാറ്റണം. അത് എന്തായാലും ചെയ്തു പോകേണ്ട വർക്കാണ് കേട്ടോ. പിന്നെ ഫോർക്കിലേക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാം. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.